നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാ വേഗം. ഹലോ ചേച്ചി, ഞാനിവിടെ നോക്കുമ്പോ ആരെയും കാണുന്നില്ലല്ലോ. എന്താ നിങ്ങളെല്ലാരും എവിടെയാ? എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയേ? ഒന്നുമില്ല മോളെ, കഴിച്ച കേക്കില് എന്തോ പ്രശ്നമുണ്ട്. അയ്യോ, എല്ലാവർക്കും ഭയങ്കര ഛർദില. ചേച്ചി, സന്ദീപ്. മോള് പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. നീ തൽക്കാലം വയ്ക്ക, ഞാൻ വിളിക്കാവേ. ഈശ്വരാ, ഡോക്ടർ എന്തായി? ഫുഡ് പോയ്സണാ. ആരുടെയും കാര്യമൊന്നും പറയാറായിട്ടില്ല. പ്രാഥമിക ചികിത്സ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കുഴിഞ്ഞു വീഴുന്ന സമയത്ത് ചിലരുടെ തലയിലൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കി സ്കാനിംഗ് റിപ്പോർട്ട് വന്നെങ്കിലേ പറയാൻ പറ്റൂ. അല്ല, നിങ്ങളോടൊപ്പം ആണുങ്ങളാരുമില്ലേ? ആണുങ്ങള് ഉണ്ട് ഡോക്ടർ. നിങ്ങളൊന്ന് വന്നേ, വാ. നിങ്ങൾ ഇവരുടെ ആരാ? ഞാനവരുടെ സഹോദരനാ. ഓക്കെ. കൊണ്ടുവന്ന എല്ലാവരുടെ നില വളരെ ഗുരുതരമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹാർട്ട് പേഷ്യന്റ് ഇല്ലേ? അദ്ദേഹത്തിനും പിന്നെ 1-2 പേർക്കും രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഞങ്ങളെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഞങ്ങൾ ശ്രമിക്കാം. പക്ഷേ 10% പോലും സാധ്യതയില്ല. ഹെവി പോയിസൺ ഉള്ളിപ്പോയത്. ഈ ഒരു കാര്യം സാവധാനം നിങ്ങളുടെ സഹോദരി പറഞ്ഞ് മനസ്സിലാക്കണം. ശരി ഡോക്ടർ. എന്താ എന്താ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്? അല്ല, അത് എന്തായാലും പറയൂ. ഈ മറ്റൊന്നുമല്ല, എല്ലാവരുടെയും കാര്യം രാവിലെ ആയാലേ പറയാൻ പറ്റുമെന്ന ഡോക്ടർ പറഞ്ഞത്. ഈ നിങ്ങളിങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവരെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഡോക്ടറും അങ്ങനെയാ പറഞ്ഞത്. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും സാരമില്ല. ഈ അവസരത്തിൽ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു മരുന്നുമില്ല, ഒരു വഴിയുമില്ല. ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് മുന്നിൽ നിന്ന് അപേക്ഷിച്ചാൽ എല്ലാവരെയും അവിടുന്ന് കാത്തോളും.
ദൈവമേ, ഈ തിരുസന്നിധിയില് ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നതിന്റെ കാരണം നിനക്കറിയാലോ. ഏതൊരു പ്രശ്നത്തെയും ഉടനടി മാറ്റാൻ കഴിവുള്ള കർത്താവ് എന്റെ ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ആശുപത്രി കിടക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാ. അവർക്ക് എന്തേലും പറ്റിയ പോകുന്നത് എന്റെ ജീവനാ. എല്ലാവരെയും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണേ. അവർക്ക് ഒരാപത്തും വരുത്തല്ലേ. കണ്ണുനീര് കാണുന്ന ദൈവം, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം എന്റെ ഈ പ്രാർത്ഥന കേൾക്കണം. അപ്പുറത്തെ നെല്ലിശ്ശേരിയിൽ എല്ലാരും ജീവനോടെ കിടപ്പുണ്ട്. ഇത്രയൊക്കെ വിദഗ്ധമായിട്ട് എല്ലാം ചെയ്തിട്ടും ഒന്നിനെ പോലും ഒരു കുഴപ്പമില്ല. വിഷം തിന്നാലും ചാവാത്ത ജന്മങ്ങൾ തന്നെ. ഇത്രയൊക്കെ ആയിട്ടും ആർക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഈശ്വരൻ ചില്ലറ ആയുസൊന്നും അല്ല സേതുമാധവനും മക്കൾക്കും കൊടുത്തിരിക്കുന്ന. ഈശ്വരനല്ല, അർച്ചനയാ അവരെയൊക്കെ രക്ഷപ്പെടുത്തി. എല്ലാവരും മരിച്ചു പോകേണ്ട സാഹചര്യത്തില് രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആ അർച്ചനയ്ക്ക് ഇനി നെല്ലിശ്ശേരിയില് വൻ വരവേൽപ്പും സ്വീകരണവും ആയിരിക്കും. അവൾക്ക് അഭിനന്ദനവും നമുക്ക് പരമ പുച്ഛവും. അങ്ങനെ ജീവിക്കാനാണ് നമ്മുടെ വിധി. അർച്ചനയെ പോരാത്തതുകൊണ്ട് എവിടുന്നോ വന്ന വേറൊരുത്തൻ. എല്ലാം കൂടെ ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാം. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പോകേണ്ട. വേറെ വഴി നോക്കാം, അതേ നടക്കൂ. വേറെന്ത് വഴി? ഇതുപോലെ താൻ ചത്ത് മീൻ പിടിക്കുന്ന പരിപാടിയാണെങ്കിലേ എന്നെ കിട്ടില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇനി ചാവുന്ന കാര്യവും കൊല്ലുന്ന കാര്യമൊക്കെ തൽക്കാലം മാറ്റിവെക്കാം. എന്നിട്ട് മരണം ഒഴിഞ്ഞു പോയവർക്ക് മനസ്സമാധാനക്കേട് കൊടുക്കണം. ഇന്ന് മരിക്കാത്തതിൽ പശ്ചാത്താപം തോന്നുന്ന വിധത്തിൽ നീറി നീറി ജീവിക്കണം. അല്ല, എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? പറയാം, വിശദമായിട്ട് ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.